everyone, welcome to Mehar'skitchen. ഇന്ന് നമുക്ക് ഒരു Turkish dessert ഉണ്ടാക്കാം. നല്ല ടേസ്റ്റിയാണ്, വളരെ സിമ്പിളാണ്. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാം. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഡെസേർട്ടാണ്. അപ്പോൾ നമുക്ക് മമ്മിനോട് ചോദിക്കാം ഇതിൻ്റെ റെസിപ്പി. ഇതുണ്ടാക്കാൻ ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമാണെന്ന് നോക്കാം. ഞങ്ങളുടെ റെസിപ്പീസിലെല്ലാം ഒരു കപ്പ് എന്ന് പറയുന്നത് ഈ കപ്പിൻ്റെ അളവാണ്. അങ്ങനെ ഒരു കപ്പ് റവ, ഇത് ഫൈൻ റവയാണ്, അധികം തരിയൊന്നുമില്ലാത്ത റവയാണ്. ഒരു കപ്പ് പഞ്ചസാര, അര കപ്പ് തേങ്ങ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. തേങ്ങ ഇല്ലെങ്കിൽ ബദാം, അണ്ടിപ്പരിപ്പ് എന്തെങ്കിലും ഇടാം, പക്ഷെ അതൊന്നും കട്ട് ചെയ്തെടുക്കണ ആവശ്യമില്ല, അതങ്ങനെ ഇട്ടാൽ മതി. അര കപ്പ് പഞ്ചസാര വേറെ, 1/4 കപ്പ് എണ്ണ, 100 ഗ്രാം ബട്ടർ, 1-2 ടീസ്പൂൺ നാരങ്ങ നീര്, പിന്നെ ഒരു നാരങ്ങൻ്റെ തൊലി ചുരണ്ടിയെടുത്തത്, പിന്നെ ആവശ്യമുള്ളത് 1/2 കപ്പ് പാലാണ്, പിന്നെ 2 കപ്പ് വെള്ളം. ആദ്യം 1 കപ്പ് പഞ്ചസാര, 2 കപ്പ് വെള്ളം, പിന്നെ നാരങ്ങ നീരും നാരങ്ങ തൊലിയും ഇതെല്ലാം ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് യോജിച്ചെടുക്കാം. പഞ്ചസാര എല്ലാം നന്നായിട്ട് അലിയണ വരെ അത് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഒരു പാത്രം ചൂടാക്കിയിട്ട് ഇതിലേക്ക് എണ്ണ ഇട്ട് കൊടുക്കാം. ഇതോടൊപ്പം തന്നെ ബട്ടറും ഇട്ട് കൊടുക്കണം. ബട്ടർ മെൽറ്റ് ആയി കഴിഞ്ഞാൽ ഇതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. തീ മീഡിയമിലായിരിക്കണം. മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇത് വഴറ്റിയെടുക്കേണ്ടതാണ്. കൂട്ടാനും പാടില്ല, ഫ്ലെയിം കുറക്കാനും പാടില്ല. രണ്ട് മിനിറ്റോളം ഇത് വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് റവ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. റവ ഒരു ബ്രൗൺ കളറാണോ വരെ, കാരമൽ കളറാണോ വരെ വഴറ്റിയെടുക്കേണ്ടതാണ്. റവ അങ്ങനെ ഇളക്കിക്കൊണ്ട് തന്നെ കാരമലൈസ് ചെയ്തെടുക്കണം. രണ്ട് മിനിറ്റിന് ശേഷം റവ എങ്ങനെയാവും, ബട്ടറൊക്കെ പൊന്തി വരും, ബബിൾസൊക്കെ വരാൻ തുടങ്ങും, ബോയിലാവാൻ തുടങ്ങും. ഇത് ഇളക്കിക്കൊണ്ട് തന്നെ കാരമലൈസ് ചെയ്തെടുക്കണം. ഇതിന്ന് കൈ മാറ്റാതെ തന്നെ കണ്ടിന്യൂസ്ലി ഇളക്കിക്കൊണ്ടിരിക്കണം, സ്പൂണേറ്റ് കാരമലൈസ് ആവണ വരെ. അഞ്ചാറ് മിനിറ്റിന് ശേഷം ബട്ടറിൻ്റെ പതയൊക്കെ പോയി റവൻ്റെ കളറൊക്കെ മാറി വരുന്നുണ്ട്. ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ കുറച്ച് കളർ ഇങ്ങനെ ചേഞ്ച് ആയിട്ടുണ്ട്. ഇനി ഒരു 3-4 മിനിറ്റും കൂടി ചെയ്ത് കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് കാരമലൈസ് ആവും. റവ ഒന്ന് കാരമലൈസ് ആവാൻ തുടങ്ങിയാൽ തീ കുറച്ച് ലോ ആക്കി എടുക്കാം. ഇത് ഇളക്കിക്കൊണ്ട് തന്നെ വഴറ്റിയെടുക്കണം, കാരമലൈസ് ചെയ്തെടുക്കണം. ഇനി ഇത് കണ്ടോ, കളറൊക്കെ മാറി വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര വേറെ എടുത്തത് ഇട്ട് കൊടുക്കണം. പഞ്ചസാര റവയിലേക്ക് നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കാം. റവൻ്റെ കളറെല്ലാം മാറിയിട്ട് കാരമലൈസായി വന്നിട്ടുണ്ട്, നല്ല മണം വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ച പഞ്ചസാരൻ്റെ വെള്ളം ഇട്ട് കൊടുക്കാം. തീ ലോ ഫ്ലെയിമിൽ തന്നെ ആയിരിക്കണം. പഞ്ചസാര വെള്ളം ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് തീ മീഡിയമിലേക്ക് ആക്കി വെക്കാം. ഇങ്ങനെ തിളക്കാൻ തുടങ്ങിയാൽ ഇതിൻ്റെ തീ ലോ ആക്കിയിട്ട് മൂടി വെച്ചിട്ട് ഇത് 5 മിനിറ്റോളം ദമ്മിന് വേവിച്ചെടുക്കണം. 5 മിനിറ്റിന് ശേഷം ഇത് തുറന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. റവയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്.
ഇനി ഇവിടെ തീ മീഡിയമിലാക്കിയിടാം. എന്നിട്ട് ഇതിലേക്ക് പാലൊഴിച്ച് കൊടുക്കാം. ഇനി പാലും റവയൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇത് ഇളക്കിക്കൊണ്ട് തന്നെ 5 മിനിറ്റോളം ഇങ്ങനെ വഴറ്റിയെടുക്കണം. ശേഷം നമ്മളെ റവ റെഡിയാണ്. ഇത് കണ്ടോ, അടിയിലൊന്നും പിടിക്കാതെ നന്നായിട്ട് കിട്ടുന്നുണ്ട്. ഈ സമയമാകുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് മൂടി വെച്ചിട്ട് 10 മിനിറ്റോളം റെസ്റ്റിന് വെക്കാം. മൂടി വെക്കുമ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് ഒരു നല്ല വൃത്തിയായ തുണി ഇട്ട് കൊടുക്കാം. എന്നിട്ട് വേണം മൂടി വെക്കാൻ. ഏകദേശം ഒരു 10-15 മിനിറ്റിന് ശേഷം ഇത് തുറന്ന് നോക്കാം. അങ്ങനെ നമ്മൾ കാരമലൈസ്ഡ് റവ റെഡിയാണ്. കണ്ടോ, എന്ത് നല്ല ഭംഗിയാണ് കാണാൻ. നല്ല പോലെ കാരമലൈസ്ഡ് ആയിട്ടുണ്ട്. നല്ല മണവും വരുന്നുണ്ട്. ഇനി ഇത് സെർവ് ചെയ്യാം. എന്നിട്ട് എൻജോയ് ചെയ്യാം. ഇതൊരു ടർക്കിഷ് ഡെസേർട്ടാണ്. നല്ല ടേസ്റ്റാണ്. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ഡെസേർട്ടാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്യണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം ഞങ്ങളെ അറിയിക്കണം. അപ്പോൾ റെസിപ്പി ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയ റെസിപ്പീസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് ബെൽ ഐക്കൺ പ്രസ് ചെയ്യാൻ എന്തായാലും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.